ചേഞ്ചസ്. എടാ ഒരുപാട് ചേഞ്ചസുകൾ ഉണ്ടോ. തെർമോ കെമിക്കല്, ഇലക്ട്രോ കെമിക്കല്, ഫോട്ടോ കെമിക്കല്. നമുക്ക് നിങ്ങളുടെ 8ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള ഫോട്ടോ കെമിക്കൽ എന്ന് ഡിസ്കസ് ചെയ്താലോ? എടാ ഇമ്പോർട്ടൻ്റ് ആടാ, പഠിച്ചു പോയിക്കോ. നിങ്ങൾ എക്സാമിന് എന്ത് ചെയ്യുക, മാർക്ക് വാങ്ങാം. അപ്പം മക്കളെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, കൂടെ കൂടിക്കോളി, പൊളിക്കാം നമുക്ക്. ഓക്കെ, അപ്പം മക്കളെ ഫോട്ടോ കെമിക്കൽ ചേഞ്ചസ് എന്താ മക്കളെ? ഫോട്ടോ കെമിക്കൽ എന്ന് പറഞ്ഞാൽ പ്രകാശ രാസപ്രവർത്തനം എന്ന് പറയും. എടാ പ്രകാശ രാസപ്രവർത്തനം എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. എവിടുന്നാണ് കിട്ടുക? പ്രകാശത്തിൽ നിന്നാണ്. അപ്പൊ മക്കളെ പ്രകാശത്തെ നമുക്ക് എന്ത് ചെയ്യാം? അബ്സോർബ് ചെയ്യാം, അതായത് വലിച്ചെടുക്കാം. പ്രകാശത്തെ നമുക്ക് എന്ത് ചെയ്യാം? ലിബറേറ്റ് ചെയ്യാം. എന്താ മക്കളെ ലിബറേറ്റ് ചെയ്യാൻ പറയുമ്പം പ്രകാശത്തെ നമുക്ക് ആഗിരണം ചെയ്യുകയോ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തു വിടുകയോ ചെയ്യാം. എടാ പ്രകാശത്തെ ആഗിരണം ചെയ്യുന്നതാണ് മക്കളെ ഫോട്ടോസിന്തസിസ്. എന്താ മക്കളെ? ഫോട്ടോസിന്തസിസ്. ഇതറിയാത്തവരൊന്നും ആരും ഈ ക്ലാസ്സിൽ ഉണ്ടാവില്ല. എന്താ മക്കളെ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ? പ്രകാശ സംശ്ലേഷണം. എന്താ മക്കളെ പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ? എടാ ചെടികൾ ആ പ്രകാശത്തെ എന്ത് ചെയ്യാണ്? അബ്സോർബ് ചെയ്യുകയാണ് മക്കളെ, അതായത് ആഗിരണം ചെയ്യുകയാണ്. ആ പ്രകാശം മൂലമാണ് മക്കളെ ചെടികൾ എന്താവാ? വളരുക. അപ്പൊ ഒരു ചേഞ്ച് തന്നെ അല്ലേടാ, ഒരു മാറ്റം തന്നെ അല്ലേടാ. എന്താ മക്കളെ ലിബറേറ്റ്. എന്താ മക്കളെ ലിബറേറ്റ് പറയുമ്പോൾ പുറത്തേക്ക് വിടുക. എടാ പ്രകാശത്തെ പുറത്തേക്ക് വിടുന്നത് ആരൊക്കെ മക്കളെ? ഫയർ ഫ്ലൈസ്. ആരാ മക്കളെ? ഫയർ ഫ്ലൈസ് എന്ന് പറഞ്ഞാൽ, ഫയർ ഫ്ലൈസ് എന്ന് പറയുമ്പോൾ എൻ്റെ മക്കൾക്ക് അറിയാം മിന്നാമിനുങ്ങ് അല്ലേ, അതുപോലെ തന്നെ ജെല്ലി ഫിഷ്. ഇതൊക്കെ എന്താണ്? ലൈറ്റിനെ പുറത്തോട്ട് വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ലൈറ്റിനെ നമുക്ക് അബ്സോർബ് ചെയ്യാം, ലിബറേറ്റ് ചെയ്യാം. അതെന്റെ മക്കൾ പഠിച്ചു വെച്ചോ, അതിന്റെ എക്സാമ്പിൾ അടക്കം. എടാ ഫോട്ടോസിന്തസിസ് ആണ് എൻ്റെ മക്കളോട് ചോദിക്കണമെങ്കിൽ മക്കൾക്ക് അറിയാം. എടാ ഇതൊരു ചെടിയാണ്, വളരെ അത് ഞാൻ കണ്ടിട്ട് തോന്നുന്നില്ലേ ചെടിയാന്നുള്ളത്? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു ചെടിയാണ്. എടാ ഇവിടെ സൂര്യന്റെ വെളിച്ചം അങ്ങനെ വരുന്നുണ്ട്. എന്തിലേക്കാ വരുന്നത്? ചെടിയിലേക്കാണ്. അപ്പൊ സൂര്യൻ ഓൾറെഡി എന്ത് കടത്തി വിടുന്നുണ്ട്? പ്രകാശം. അപ്പൊ പ്രകാശത്തെ എന്ത് ചെയ്യാണ്? ഈ ചെടി എന്ത് ചെയ്യാണ്? വലിച്ചെടുക്കുകയാണ്. നമ്മുടെ മെയിൻ ടോപ്പിക് പ്രകാശമാണ്. അപ്പൊ മക്കൾ മനസ്സിലാക്കുക, നമ്മളെ വീട്ടിൽ നമ്മളെ ചെടിയോ വായ എന്തെങ്കിലും കൃഷിയൊക്കെ എടുക്കുകയാണെങ്കിൽ അത് എവിടെ വെക്കുക? പുറത്താണ് വെക്കുക. പെരന്റെ ഉള്ളിൽ കൊണ്ടൊന്നും വെക്കാൻ പറ്റില്ലല്ലോ. കാരണം എന്ത് വേണടാ? പ്രകാശം വേണം. പ്രകാശം മാത്രം പോരാ, നമ്മുടെ അന്തരീക്ഷ വായുവിൽ ആരുണ്ട് മക്കളെ? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. പിന്നെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല, അതിലേക്ക് എന്തും ഒഴിക്കണം മക്കളെ? ജലവും ഒഴിക്കണം. അപ്പോൾ പ്രകാശവും കാർബൺ ഡൈ ഓക്സൈഡും ജലവും എല്ലാം ആർക്ക് കിട്ടും? ഈ ചെടിക്ക് കിട്ടും. അപ്പൊ ഈ ചെടിക്ക് അവരെന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുക മക്കളെ? ഗ്ലൂക്കോസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുക. അപ്പൊ ഗ്ലൂക്കോസും കിട്ടും, പിന്നെ ആരും കിട്ടും മക്കളെ? ഓക്സിജനും കിട്ടും. ആ ഓക്സിജൻ നമുക്കൊക്കെ ശ്വസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി മക്കളോട് ചോദിക്കാണ്, ഗ്ലൂക്കോസിന്റെ സിമ്പൽ എന്താ ചോദിക്കുകയാണെങ്കിൽ C6H12O6 എന്നാണ് ഗ്ലൂക്കോസിന്റെ സിമ്പൽ, മറന്നു പോവരുത്. അപ്പൊ മക്കളെ പ്രകാശ സംശ്ലേഷണത്തിൽ പ്രകാശത്തെ എന്ത് ചെയ്തൊക്കെയാണ് മക്കളെ? അബ്സോർബ് ചെയ്തൊക്കെയാണ്, ആഗിരണം ചെയ്തൊക്കെയാണ്. അതുപോലെ തന്നെ അന്തരീക്ഷ വായുവിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും നമ്മൾ ഒഴിക്കുന്ന ജലവും എല്ലാം ചെടിക്ക് അന്നജമായി കിട്ടുന്നു. ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സിന്റെ ഗ്രോത്തിന് എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആരാണ് അവിടെ അന്നജമായിട്ട് കിട്ടുന്നത്? ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസിന്റെ സിമ്പൽ പഠിച്ചു വെച്ചോ, C6H12O6 പ്ലസ് ഓക്സിജനും അവിടെ ഉണ്ടാവും. ക്ലിയർ അല്ലേടാ? അപ്പൊ നമ്മളിപ്പോൾ പഠിച്ചത് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസിൽ എന്താടാ? അബ്സോർബ് ചെയ്യുകയാണ്, ലൈറ്റിനെ അബ്സോർബ് ചെയ്യുകയാണ്. ലിബറേറ്റ് ചെയ്യുന്നത് എൻ്റെ മക്കളോട് ചോദിക്കുന്നില്ല. ഫയർഫ്ലൈസിനെ കുറിച്ചും അതുപോലെ തന്നെ ജെല്ലി ഫിഷിനെ കുറിച്ചും ഒന്നും ചോദിക്കൂല. എന്നാൽ അബ്സോർബ് ചെയ്യാത്തതുമായി ബന്ധപ്പെട്ട് ഒരു എക്സ്പെരിമെന്റ് മക്കളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ എക്സാമിന് വരാറുണ്ട്. എടാ 2 വാച്ച് ഗ്ലാസ് എടുത്തു എന്ന് പറയാം. അതിൽ സിൽവർ നൈട്രേറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു അത് തരും, ഒരു വെളുത്ത പൗഡറേക്കാരൻ തരാം. അതിലേക്ക് നമ്മൾ വെയിലത്ത് കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുക എന്നുള്ളതാ. എടാ തുറന്ന വാച്ച് ഗ്ലാസ്, അതിൽ ഒന്ന് തുറന്നതല്ല, ഞാൻ പറഞ്ഞുതരാം. 2 വാച്ച് ഗ്ലാസ്സിലും സിൽവർ നൈട്രേറ്റ് എടുത്തു. എന്നിട്ട് അന്തരീക്ഷ വായുവിൽ അഥവാ നമ്മൾ എവിടെ കൊണ്ടുപോയി വെക്കുകയാണ്? സൂര്യന്റെ അടുത്ത് കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പൊ സൂര്യൻ എന്തിങ്ങനെ കടത്തിവിടുക? പ്രകാശത്തെ എങ്ങനെ എന്ത് ചെയ്യും? കടത്തിവിടും. അപ്പോഴാണ് ഞാനൊരു ടിസ്റ്റ് സംഭവിക്കാൻ കൊടുത്തത്. ഇവിടെ ഞാൻ എന്ത് കൊടുക്കുക? AB എന്ന് കൊടുക്കുക. ഇത് A, ഇത് B. എൻ്റെ ചോദ്യം, ഇതിൽ ഏതിലാണ് മക്കളെ നിറമാറ്റം സംഭവിക്കാത്തത്? ഇവിടെ ഞാനൊരു കറുത്ത കടലാസ് കൊണ്ട് അടച്ചു വെച്ചു. എന്തുകൊണ്ടാണ് മക്കളെ? കറുത്ത കടലാസ് കൊണ്ട് പൊതിഞ്ഞു വെച്ചു. ഇത് ഞാൻ തുറന്നും വെച്ചു. എൻ്റെ ചോദ്യം, സൂര്യപ്രകാശം ഏതിലായിരിക്കും ഏൽക്കുക എന്നുള്ളതാണ്. ഒരുപാട് മക്കൾക്ക് മനസ്സിൽ ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ടാവും. എടാ ഈ കറുത്ത കടലാസ് കൊണ്ട് മൂടിയാൽ അവിടെ പ്രകാശം തട്ടുമോ? ഇല്ല. കാരണം എന്താ? പ്രകാശത്തെ വലിച്ചെടുക്കാൻ ആർക്ക് സാധിക്കില്ലടാ? ഈ കറുത്ത കടലാസിന് സാധിക്കില്ല. അതുകൊണ്ടാണ് എക്സാമിന് ചോദിക്കുക, ചില മരുന്നുകൾ കറുത്ത കുപ്പിയിലോ അല്ലെങ്കിൽ ബ്രൗൺ കുപ്പിയിൽ വെക്കാൻ കാരണം എന്തെന്ന് എൻ്റെ മക്കളോട് ചോദിക്കുകയാണെങ്കിൽ മക്കൾ പറഞ്ഞു കൊടുത്തോ എന്താണ്? അത് കറുത്ത കടലാസ് കൊണ്ട് പൊതിഞ്ഞത് കൊണ്ടാണ് ഇവിടെ എന്ത് നടക്കാത്തത്?
പ്രകാശം സംഭവിക്കാത്തത്. അതുപോലെ ബ്രൗണ് അല്ലെങ്കിൽ ബ്ലാക്ക് കുപ്പിയിൽ മരുന്ന് കുപ്പികൾ വെച്ചതുകൊണ്ട് അതിലേക്ക് ഡയറക്റ്റ് എന്ത് വരൂലടാ, പ്രകാശം വരൂല. ഡയറക്റ്റ് പ്രകാശം വരാത്തത് കൊണ്ട് തന്നെ അവിടെ എന്ത് നടക്കൂല, രാസപ്രവർത്തനം നടക്കൂല. എടാ എങ്ങനെ ചില മരുന്നുകൾ വാച്ച് ഗ്ലാസ് അല്ലെങ്കിൽ നമ്മളെന്താടാ വൈറ്റ് അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് വെച്ച് നിൽക്കുകയാണെങ്കിൽ അവിടെ രാസപ്രവർത്തനം നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. കറുത്ത കടലാസ് അല്ലെങ്കിൽ കൂളിംഗ് ഗ്ലാസ് ഇതൊക്കെ ഒന്ന് എന്ത് കടത്തി വിടൂലടാ, പ്രകാശം കടത്തി വിടൂല. അതുകൊണ്ടാണ് ചില മരുന്നുകൾ കറുത്ത കുപ്പിയിൽ വെക്കുന്നത് അല്ലെങ്കിൽ ബ്രൗൺ കുപ്പിയിൽ. കാരണം എന്ത് കടത്തി വിടൂലടാ, പ്രകാശം കടത്തി വിടൂല. എന്നാ ഇവിടെ തുറന്നു വെച്ചേക്കല്ലേടാ, ഇവിടെ അടച്ചു വെച്ചേക്കല്ലേടാ, അടച്ചു വെച്ചേക്ക് എന്ത് വരൂലടാ, പ്രകാശം വരൂല. എന്നാ തുറന്നു വെച്ചേക്ക് പ്രകാശം വന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ സിൽവർ നൈട്രേറ്റിന്റെ വൈറ്റ് കളർ ഇങ്ങനെ മാറാൻ തുടങ്ങി, വൈറ്റ് കളർ ഇങ്ങനെ മാറി തുടങ്ങി. അപ്പൊ ഈ സിൽവർ നൈട്രേറ്റിന്റെ നിറം എന്താവുന്നു മക്കളെ, മാറുന്നു. അഥവാ നിറം എന്താവുന്നു മക്കളെ, കറുത്തു പോകുന്നു അല്ലെങ്കിൽ കറുപ്പ് നിറമായിട്ട് മാറുന്നു. എന്തുകൊണ്ടാണ് മക്കളെ അവിടെ കറുപ്പ് നിറമാവാൻ കാരണം? അവിടെ പ്രകാശം വന്നത് കൊണ്ടാണ്, സൂര്യന്റെ വെളിച്ചം കൊണ്ടതുകൊണ്ടാണ്. എന്നാൽ ഇവിടുത്തെ സിൽവർ നൈട്രേറ്റ് ആ വൈറ്റ് കറുത്തു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന്റെ നിറം മാറിയിട്ടുണ്ടോ? ഇല്ല. കാരണം അവിടെ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് ആരുണ്ട് മക്കളെ, അവിടെ ഒരു കറുത്ത കടലാസ് കൊണ്ട് മൂടിയത് കൊണ്ടാണ്. സെറ്റില്ലേടാ? മക്കൾക്ക് ഇത് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ സെറ്റ് എന്ന് കമന്റ് ചെയ്യുക. മാത്രമല്ല ഇതുപോലെ മക്കൾക്ക് സിമ്പിളാക്കി ടോപ്പിക്സ് വേണമെന്നുണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, താഴെ നമ്മളെ സൂപ്പർ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്തോളി, കൂടെ കൂടിക്കോളി. ഇനി അതല്ല നിങ്ങൾക്ക് എന്താണ് കൂടുതൽ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്തോളൂ. ഞാനത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീഡിയോ ആയിട്ട് പറയാം. 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് തീർക്കടാ. അതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മളെ ഇതിലുണ്ട്, സൂപ്പർ ബാച്ചിലൊക്കെ സെറ്റാക്കി വെച്ചതാണ്. കൂടെ കൂടിക്കോളി, പഠിച്ചു പോയിക്കോളൂ മക്കളെ. ഇനി മക്കൾക്ക് ഓണപ്പരീക്ഷയൊക്കെ വരാൻ പോവാണ്, ക്രിസ്മസ് പരീക്ഷ, ഫൈനൽ എക്സാമിനൊക്കെ നമ്മളെ എന്ത് ചെയ്യണം, നമുക്ക് എക്സാം അടിച്ചുപൊളിച്ച് എഴുതണം. അതിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചാപ്റ്ററിൻ്റെ നോട്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ ID ഇവിടെ കൊടുത്തിട്ടുണ്ട്, അസ്ലം മാഷ്. ഈ ഒരു അക്കൗണ്ട് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. മക്കൾക്ക് എന്ത് ചെയ്യുക, എക്സാം ആവുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് എന്ത് തരും, നോട്ട്സും കാര്യങ്ങളൊക്കെ തരും. കൂടെ കൂടിക്കോളി, സെറ്റാക്കിക്കോളി. എജുപോർട്ട് നിങ്ങളെ കൂടെ സെറ്റാക്കുക. നിങ്ങളെ മാക്സിമം നിങ്ങളെ സ്കൂൾ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, സെറ്റാക്കുക. ബൈ.